ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. പട്ടേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റർ കാണിച്ചെന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. എന്താടാ നാരായണൻ, അതിനും മാറില്ലടാ. വാടാ, ഇറങ്ങി വേടാ. നീ എന്നെ പേടിപ്പിക്കാനടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും, നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും, ഞാൻ സാറ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ വിവരം കെട്ടവർ വല്ലതുമൊക്കെ വിളിച്ചു കൂവിന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി അതല്ല. വിക്രം സർ, ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സർ. അവനവിടെ ഇല്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞു. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. സർ, നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ് യെസ്, വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്. ഹലോ, സേതുരാമൻ ഹിയർ. സോറി ഫോർ ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ലേറ്റ് നൈറ്റ്. വാസുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സർ? ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ റൂം നമ്പർ 108 ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളാരാ? സാർ അവനെ ശ്രദ്ധിച്ചില്ലേ? There is no reaction on his face. See, he is taking that paper. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസു ഒളിവിൽ. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. അമ്പടാ, അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും there is no reaction. ഓമന കൊലക്കേസ്, ഔസേപ്പച്ചന്റെ വാടക കൊണ്ടയായ ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. He is a hard nut, won't crack so easily. Hari, bring him to my room. Yes, sir. ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ ഔസേപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞാണ്. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുണ്ട്. ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് തനിക്കുള്ള പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം.
താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാപ്പ് സാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാറേ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എല്ലാ സാറ് തന്നെ തീരുമാനിച്ചാ പോരെ. ഹരേ ടേക്ക് ഇറ്റ്. വിക്രം സർ, ഇനി അവന് ജലപാനം കൊടുക്കണ്ട. 24 മണിക്കൂർ പട്ടിണി കിടക്കട്ടെ, പിന്നീട് നമുക്ക് നോക്കാം. സർ. പിന്നൊരു കാര്യം, വാസുവിനെ ഇതുവരെ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? സർ. അതുകൊണ്ട് ഔസേപ്പച്ചന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും പതിവ് പോലെ വാസുവിനെ അന്വേഷിച്ചെല്ലണം. സർ. ബാങ്ക്. ആരാ മനസ്സിലായില്ലല്ലോ? വാസുവിന്റെ ഭാര്യയാ. വാസു ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കാ? എനിക്ക് അറിഞ്ഞൂടാ സാർ. 2 ദിവസമായി പോയിട്ട്. സാറ്? ഞാൻ വിനായക ബാങ്കിൽ നിന്നാ. വാസു അവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു. അത് ഉടനെ എടുത്തില്ലെങ്കിൽ ലേലം ചെയ്യും. അത് പറയാൻ വന്നതാ. ഞാനത് കൊണ്ടുപോവുകയാണ്. സാർ, ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നോ, ഐ വിൽ ഗിവ് യു എ റെസീപ്റ്റ്. താങ്ക് യു. ഇതൊക്കെ ചേച്ചിയുടേതാണോന്ന് എനിക്കറിയില്ല സാർ. ആ കയ്യെ കിടക്കുന്ന ഒരിക്കേ. ചിലപ്പോ ഇതെല്ലാം അവര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും സാർ. ഇത് ഇത് ചേച്ചിയുടേതാണല്ലോ. അതെ, അന്ന് ഞാൻ 2 വള വാങ്ങിച്ചു. ഒന്ന് ഇവൾക്കും ഒന്ന് ഓമനയ്ക്കും. സാറിന് ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടി. പറയാം. ഞാൻ വരട്ടെ.